ഹലോ എവ്രി വൺ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കാണ് ട്രൈജെമിനൽ ന്യൂറോളജി. ഓക്കെ, ട്രൈജെമിനൽ ന്യൂറോളജിയിൽ എത്രയാണ് ട്രൈജെമിനൽ നെർവ്? ക്രേനിയൽ നെർവ് 5 ആണ് ട്രൈജെമിനൽ നെർവ് ആയിട്ട് നമ്മൾ പറയുന്നത് അല്ലേ. ഈ ട്രൈജെമിനൽ നെർവ് ആണ് നമ്മുടെ ഈ ഫേഷ്യൽ പരമായിട്ടുള്ള കാര്യങ്ങൾ റെസ്പോൺസിബിൾ ഫോർ ദ സെൻസറി ആൻഡ് മോട്ടോർ ഫങ്ഷൻസ് ഓഫ് ദ ഫേസിനുള്ള സെൻസറി അല്ലെങ്കിൽ മോട്ടോർ എല്ലാ കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യുന്ന ആളാണ് ട്രൈജെമിനൽ നെർവ്. ട്രൈജെമിനൽ നെർവിന് ഒരു 2-3 എന്തുണ്ട്, ബ്രാഞ്ചസ് ഉണ്ട്. ഒഫ്താൽമിക് ഉണ്ട്, മാക്സിലറി ഉണ്ട്, മാൻഡിബുലാർ ഉണ്ട്. ഇപ്പോൾ ഒഫ്താൽമിക് ആണെങ്കിൽ കണ്ണ് റിലേറ്റഡ് ആയിട്ടുള്ള ഫോർഹെഡ് ഒക്കെ. മാക്സിലറി ആണെങ്കിൽ എന്താണ്, ചീക്ക്, പിന്നെ നമ്മുടെ അപ്പർ ലിപ്പൊക്കെ. മാൻഡിബുലാർ ആണെങ്കിൽ എന്താണ്, ലോവർ ലിപ്പ്, ചിന്ന്, ജോ, ഇതൊക്കെയാണ് മാൻഡിബുലാർ. അറിയാമല്ലോ. സോ ഇതിന് ഏതെങ്കിലും ഇതിലിപ്പം എല്ലാ നെർവിനെ അല്ലെങ്കിൽ എല്ലാ ബ്രാഞ്ചിനെ എഫക്ട് ചെയ്യണം എന്നില്ല. അപ്പോൾ ട്രൈജെമിനൽ നെർവിന് കംപ്രഷൻ വരുമ്പോൾ എന്ത് ചെയ്തിട്ട് പേഷ്യന് സിവിയർ ആയിട്ടുള്ള പെയിൻ ഫീൽ ചെയ്യും. ഇതാണ് ദ ഓവറോൾ ഒരു ജനറൽ ഐഡിയ ഓഫ് ദ കണ്ടീഷൻ. Okay, TN, otherwise trigeminal neuralgia, is a chronic and debilitating neurological disorder characterized by a recurring episode of sudden, severe and stabbing facial pain. Okay ആണല്ലോ. അപ്പോൾ ഇതൊരു ഇൻട്രൊഡക്ഷൻ ഞാൻ ജസ്റ്റ് കൊടുത്തു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഇൻട്രൊഡക്ഷൻ എഴുതാൻ പറ്റും. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്, സ്റ്റാബിങ് പെയിൻ ആണ് അല്ലേ. സ്റ്റാബിങ് പെയിൻ എന്ന് പറഞ്ഞാൽ എന്തായാലും നമ്മുടെ കത്തിയൊക്കെ കുത്തി കയറ്റുന്ന അത്രയും, നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ ഫേസിൽ ഇങ്ങനെ കത്തി കുത്തി കയറ്റുന്ന സിവിയർ ആയിട്ടുള്ള, അതും നമ്മൾ പ്രതീക്ഷിക്കാതെ നമ്മുടെ മുഖത്ത് അത്രയും വേദന വരുന്ന ഒരു കണ്ടീഷനാണ് എന്തെന്ന് പറയുന്നത് TN അല്ലെങ്കിൽ ട്രൈജെമിനൽ ന്യൂറോളജി എന്ന് പറയുന്നത്. ഓക്കെ, then definition. TN is a chronic neurological disorder characterized by recurrent episode of severe stabbing pain in the face, typically affecting one or more branches of the ട്രൈജെമിനൽ നെർവ് അല്ലെ. ഒന്നോ അതിൽ കൂടുതൽ ബ്രാഞ്ചുകൾ എഫക്ട് ചെയ്യും. ഇത് തന്നെ നമുക്കൊരു ഒരു ഒരു 1,00,000 ആളുകൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒരു 4.5% മാത്രം ആൾക്കാർക്ക് ഈ ട്രൈജെമിനൽ ന്യൂറോളജി കണ്ടീഷൻ ഉണ്ടാവുകയുള്ളൂ. ഇതൊരു ജസ്റ്റ് ഒരു ഇത് പറഞ്ഞതാണ്. Then risk factors. Okay, age, family history, previous facial surgery അല്ലെങ്കിൽ റേഡിയേഷൻ ആണെങ്കിലും സർജറി ആണെങ്കിലും നെർവ് കംപ്രഷൻസ് ഉണ്ടാവാനുള്ള ചാൻസ് എന്താണ്, വളരെ കൂടുതലാണ്. അതുപോലെ തന്നെയാണ് ഡെന്റൽ പ്രൊസീജിയേഴ്സ്, ഫേഷ്യൽ ട്രോമ. അപ്പോൾ ഓർത്താൽ മതി നെർവിൽ കംപ്രഷൻ ചെയ്യുന്ന എന്ത് ഫാക്ടേഴ്സും റിസ്ക് ഫാക്ടേഴ്സ് ആണ്. ഇനി എങ്ങനെയാണ് ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി, അതും വൈറ്റമിൻ B12 എങ്ങനെയാണ് ഇതിനെ എഫക്ട് ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് 2 കാര്യങ്ങൾ പറയാം. ഒന്നാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, മൈലിൻ ഷീത്തിനെ കുറിച്ച് അറിയാമല്ലോ. യെസ്, മൈലിൻ ഷീത്ത് ഇല്ലാത്ത കണ്ടീഷനാണ്. മൈലിൻ ഷീത്ത് കുറയുന്ന ഒരു കണ്ടീഷനെ പറ്റി നിങ്ങൾ പഠിച്ചിട്ടില്ലേ, മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ്. സോ ഇപ്പം ഇതിന്റെ ഒരു കോസും എന്താണ്, മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് ഇസ് എ കോസ് ഓഫ് എന്താണ്, പ്രൈമറി കോസ് ഓഫ് ട്രൈജെമിനൽ ന്യൂറോളജി ആണ്. അങ്ങോട്ട് പോവാം. സോ അതുപോലെ തന്നെ വൈറ്റമിൻ B12 നമ്മുടെ പെയിൻ റിസപ്റ്റേഴ്സിനെ കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന ആളാണ്. സോ വൺസ് ഇത് കുറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇതിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ ആ പെയിനെയും ആർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല, നമ്മുടെ ഫേസിന് കൺട്രോൾ ചെയ്യാം. അതുകൊണ്ടാണ് അത്രയും പെയിൻ കൂടെ ഉണ്ടാകുന്നത്. മനസ്സിലായല്ലോ. ദെൻ ദ കോസ് ഉണ്ട്, നമ്മൾ പറഞ്ഞു പ്രൈമറി കോസ് എന്ന് പറയുന്നത് കംപ്രഷൻ ചെയ്യുന്ന കാര്യങ്ങളാണ്. ബ്ലഡ് വെസൽസ്, ഇപ്പൊ വീനസ് അല്ലെങ്കിൽ ആർട്ടറീസിൽ എന്തെങ്കിലും ക്ലോട്ടോ കാര്യങ്ങളൊക്കെ ഇരുന്നിട്ട് ഉണ്ടാവത്തില്ലേ, അത്. പിന്നെ ട്യൂമേഴ്സ് കംപ്രസ് ചെയ്യാമെന്ന് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, നമുക്ക് തന്നെ അറിയാവുന്നതാണ്. ദെൻ ബോൺ അല്ലെങ്കിൽ ടിഷ്യൂ അബ്നോർമാലിറ്റീസ് എന്തിന് കാരണമാവുന്നു, കംപ്രഷന് കാരണമാവുന്നുണ്ട്. പിന്നെ ഡീമൈലിനേഷൻ അഥവാ മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ്. അതുപോലെ തന്നെ ഈ മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് ഉള്ള ആൾക്കാർക്ക് ഇത് വരുന്നത് റെയർ ആയിട്ടുള്ള ഒരു റെയർ കോസ് മീൻസ് ഒരു റെയർ ആയിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ ഡീമൈലിനേഷൻ അല്ലെങ്കിൽ ഈ പറയുന്ന വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി എന്താണ്, പെയിൻ റിസപ്റ്റേഴ്സിനെയൊക്കെ ഹാൻഡിൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇത് എന്ത് ചെയ്യുന്നത്, ഈ കണ്ടീഷൻ വരാനും ചാൻസ് ഉണ്ട്. പിന്നെ സെക്കൻഡറി കോസസ് ആണ് ട്രോമ, ഇഞ്ചുറി, ഇൻഫെക്ഷൻ, വാസ്കുലർ മാൽഫോർമേഷൻസ് അല്ലെ, എന്തെങ്കിലും ഇതുപോലെ മാൽഫോർമേഷൻസ് ഉണ്ടായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കണ്ടീഷൻ്റെ ഭാഗമായിട്ടൊക്കെ വരുന്നതാണ് സെക്കൻഡറി കോസസ്, സിസ്റ്റ്, ട്യൂമേഴ്സ്. ഓക്കെ, ഇപ്പം ഈ മറ്റേ ട്യൂമേഴ്സ്, പ്രൈമറി കോസിലെ ട്യൂമേഴ്സ് എവിടെ ആയിരിക്കണം, നമ്മുടെ ബ്രെയിനിലോ അല്ലെങ്കിൽ അസോസിയേറ്റഡ് അത് റിലേറ്റഡ് ആയിട്ടുള്ള ലങ്ങിലോ, അപ്പം ലിംഫ് നോഡുകളിൽ അങ്ങനെയൊക്കെയാണ് അവിടെ. ഇതിപ്പം എപ്പിഡെർമോയിഡ് സിസ്റ്റുകളൊക്കെ അല്ലേ, ട്യൂമേഴ്സ് ഒക്കെ അല്ലേ നമ്മൾ ഇവിടെ സെക്കൻഡറി കോസ് ആയിട്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. മനസ്സിലായല്ലോ. ഓക്കെ, പിന്നെ കുറേയൊക്കെ എന്താണ് ഇഡിയോപ്പതിക്കാണ്. ഇനി ഞാനൊരു ചെറിയൊരു
ഹൈഡ്രോജനിക്കോസ്. ഹൈഡ്രോജനിക്കോസ് എന്താണ്? എന്തെങ്കിലും പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്നതാണ് ഹൈഡ്രോജനിക്കോസസ്. ഡെന്റൽ പ്രൊസീജിയർ, സർജിക്കൽ കോംപ്ലിക്കേഷൻസ്, റേഡിയേഷൻ തെറാപ്പി ഒക്കെ. ഇനി ഒരു ചെറിയ ഒരു നിമോണിക്സ് തന്നിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമുക്ക് മറ്റത് ഇത്ര ഓർമ്മ കിട്ടിയില്ല, അപ്പം നമുക്ക് എഴുതാൻ പറ്റുന്നതാണ് പ്രൈമറി. നമ്മൾ പ്രൈമറി കോഴ്സ് ഓൾറെഡി പഠിച്ചു. ഇപ്പൊ പ്രൈമറി എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രഷർ, റേഡിയേഷൻ, ഇൻഫെക്ഷൻ, മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ്, ആർട്ടീരിയോ വീനസ് മാൽഫോർമേഷൻ, റെയർ കോസ് എന്നൊക്കെ പറയുമ്പോൾ ഈ മൾട്ടിപ്പിൾ സ്ക്ലീറോസിസും ഈ ലൈം ഡിസീസ് ഒക്കെ കേട്ടിട്ടില്ലേ, അതൊക്കെയാണ് അതിൻ്റെ അകത്ത് വരുന്നത്. പിന്നെ വൈക്ക് യു കിട്ടിയുള്ളൂ, സോ അൺനോൺ അല്ലെങ്കിൽ ഇഡിയോപ്പതിക്, അതായത് മോസ്റ്റ്ലി കണ്ടീഷൻ കുറേയൊക്കെ നമ്മൾ പറഞ്ഞില്ലേ അൺനോൺ കോസുകളാണ്. പിന്നെ ഇതൊക്കെയാണ് ബാക്കിയുള്ള കോസുകൾ. ഓക്കെ ആണല്ലോ, കോസസ് തറോ ആയല്ലോ. ദെൻ സിംറ്റംസ് ഇത് ഓവറോൾ എന്താണെന്ന് ഞാൻ ജസ്റ്റ് പെയിനിന്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ആണ് പറയുന്നത്. മെയിൻലി എന്ത് തന്നെയാണ് ട്രൈജെമിനൽ ന്യൂറോളജി? പെയിൻ ആണ് അല്ലേ? സഡൻ സിവിയർ സ്റ്റാബിംഗ് പെയിൻ ഇൻ ദ ഫേസ്, അത് മറക്കരുത്. യെസ് ആണ്, ട്രിപ്പിൾ എസ് ആണ് ട്രൈജെമിനൽ ന്യൂറോളജിക്ക് വരുന്ന എന്താണ്? ട്രിപ്പിൾ എസ്, സഡൻ സിവിയർ സ്റ്റാബിംഗ് പെയിൻ ഇൻ ദ ഫേസ്. മറക്കൂലല്ലോ? ഓക്കെ, വെരി ഗുഡ്. അടുത്തതാണ് പെയിനെ ട്രിഗർ ചെയ്യുന്ന ഫാക്ടേഴ്സ്. ടച്ച്, പ്രഷർ, അതായത് ടച്ച് ചെയ്താലും നമ്മൾ എന്തെങ്കിലും ഒരു പ്രഷർ കൊടുത്താലും പെയിൻ ട്രിഗർ ചെയ്യും. വെള്ളം കുടിക്കാലും ട്രിഗർ ചെയ്യും. ഫുഡ് കഴിച്ചാലും ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണേ. ഒരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ, നമ്മൾ കഴിക്കുമ്പോഴൊക്കെ മുഖം മൊത്തം വേദനയാണ്. അത് വെറും വേദനയല്ല, സഡൻ സിവിയർ സ്റ്റാബിംഗ് പെയിൻ ആണ്. അപ്പം ആ ഒരു കണ്ടീഷൻ നമ്മളൊന്ന് മനസ്സിൽ വിചാരിച്ച് നിങ്ങളൊന്ന് അത് പഠിച്ചു നോക്കും, ട്രൈജെമിനൽ ന്യൂറോളജി. then talkings or smiling, wind or cold air, ഇതൊക്കെ വന്ന് വീണാലും പെയിൻ ഉണ്ട്, പെയിൻ അനുഭവപ്പെടും. ചിലപ്പം ഒരു സെക്കൻഡുകളായിരിക്കും, ചിലപ്പോൾ മിനിറ്റുകളോളം ഈ പെയിൻ വരും. ഇന്റർമിറ്റന്റ് ആയിരിക്കും. ഇപ്പൊ ചിലപ്പോൾ ഇങ്ങനെ വന്നു പോയിട്ട് ചിലപ്പം ഒരു മിനിറ്റിലാണെങ്കിൽ കോൺസ്റ്റന്റ് ആയിട്ടുള്ള പെയിൻ ഒക്കെ ആയിരിക്കും പേഷ്യന്റ് കാണിക്കുന്നത്. പിന്നെ ഫേഷ്യൽ സിംറ്റംസ്, ഇത് മറ്റൊന്ന് പറഞ്ഞാൽ പെയിനിന്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ആണ്. ഇപ്പം ഈ ട്രൈജെമിനൽ ന്യൂറോളജിക്ക് ഉള്ള ആളുകൾക്ക്, അതായത് ഇപ്പൊ നമ്മൾ പറഞ്ഞു ഒരു സ്ഥലത്തിന് മാത്രമാണ് എഫക്ട് ചെയ്യുന്നത്, അല്ല, 3 ബ്രാഞ്ചുകളുണ്ട്. അപ്പൊ ഫേഷ്യൽ സ്പാസം വരാം, ട്വിച്ചിങ് വരാം. ഐ ടിയറിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? എക്സസീവ് ആയിട്ട് കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടേ ഇരിക്കും, കണ്ണിങ്ങനെ ചുമക്കുകയും ചെയ്യും. നേസൽ കഞ്ചഷൻ വന്നിട്ട് റൈനോറിയ, അതായത് നോസ് ഡിസ്ചാർജ് കൂടുതലായിരിക്കും. അതുപോലെ ഫേഷ്യൽ നംനെസ്, ടിംഗ്ലിംഗ് ഒക്കെ ഉണ്ടാവും. ഇതിന് ഒരു ചെറിയൊരു ന്യൂമോണിക്സ് കൊടുത്തിട്ടുണ്ട്. ഫേഷ്യൽ പെയിൻ, എഫ് ഫോർ ഫേഷ്യൽ പെയിൻ, അതാണ് പ്രൈമറി, അതല്ലെങ്കിൽ ഇത് എന്താണ് ഇമ്പോർട്ടൻറ്റ് കോസ്. അസോസിയേറ്റഡ് സിംറ്റംസ് ആണ് ഐ ടിയറിംഗ്, പിന്നെ കംപ്രഷൻ അല്ലെങ്കിൽ ട്രിഗർ പോയിന്റുകളും ഇമോഷണൽ ഡിസ്ട്രെസ്സും ഉണ്ടാകും. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, എന്ത് ചെയ്താലും, ഇപ്പം നമ്മൾ സംസാരിച്ചാലും, ഇപ്പം ഞാനിപ്പോൾ ഈ സംസാരിക്കുന്നു, ഇപ്പം എനിക്ക് സംസാരിക്കുമ്പോൾ എനിക്ക് വേദന സഹിക്കാൻ പറ്റില്ല, അപ്പോൾ ഡെഫിനറ്റ്ലി ആ പേഷ്യൻ്റ് എന്തുണ്ടാവും? ഇമോഷണൽ ഡിസ്ട്രെസ് ഉണ്ടാവും. ഇമോഷണൽ ഡിസ്ട്രെസ്സിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് അത് സിംറ്റംസ് അല്ലെങ്കിൽ സൈക്കോളജിക്കൽ പ്രോബ്ലംസ് എഴുതിക്കൂടി, ഡിപ്രഷൻ ഉണ്ടാവാം, ഭയങ്കരമായിട്ടുള്ള ആൻസൈറ്റി, ഫിയർ കാര്യങ്ങളൊക്കെ ഉണ്ടാകാം. പിന്നെ എന്തൊക്കെ ഉണ്ടാവും? സെൽഫ് എസ്റ്റീം കുറയാം. അങ്ങനെയൊക്കെ കണ്ടീഷൻസ് നമുക്ക് ഇതിനകത്ത് എഴുതാം. പിന്നെ ഡയഗ്നോസിസ് എന്ന് പറഞ്ഞാൽ നോർമലി നമ്മൾ ചെയ്യുന്നില്ലേ, അപ്പോൾ ഒരു പേഷ്യൻ്റ് ഇത്രയും ഒരു ഇതായിട്ട് വരാമെന്ന് അറിയുമ്പോൾ തന്നെ നമുക്കറിയാം. നമ്മൾ നെർവ് കണ്ടക്ഷൻ സ്റ്റഡിയും കാര്യങ്ങളും നോക്കുക, CT MRI ഒക്കെ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ഇല്ല, ഇതിനിപ്പോൾ പ്രത്യേകിച്ച് വേറൊരു ടെസ്റ്റ് കാര്യങ്ങളില്ല. പിന്നെയാണ് ഡയഗ്നോസ്റ്റിക് ബ്ലോക്ക്. അതായത് ഒരു സ്പെഷ്യലൈസ്ഡ് ഏരിയയിൽ, അതായത് നമ്മുടെ ഫേസിലെ തന്നെ നെർവ്സ് ഒക്കെ പോകുന്ന സ്പെഷ്യലൈസ്ഡ് ഏരിയയിൽ ലോക്കൽ ആയിട്ടുള്ള അനസ്തെറ്റിക്സ് കൊടുക്കും. അപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ പെയിൻ കൺട്രോൾ ആവുന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്താണ്? ഇത് ട്രൈജെമിനൽ ന്യൂറോളജി ആണ്. അതും അല്ല എങ്കിൽ പിന്നെ നമുക്ക് ട്രീറ്റ്മെൻറ്റ് ആവശ്യത്തിനും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ പെയിൻ്റെ ഇൻറ്റൻസിറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ട്, അതായത് അവർക്ക് സിവിയർ ആയിട്ടുള്ള പെയിൻ അല്ലേ, അപ്പോൾ ആ പെയിൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടും നമ്മൾക്ക് ഈ പറയുന്ന ലോക്കൽ അനസ്തെറ്റിക് ഒരു ടെമ്പററി ആണ്, പെർമനൻ്റ് അല്ല, ടെമ്പററി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പറയുന്ന ലോക്കൽ അനസ്തെറ്റിക്സ് കൊടുക്കും. പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക, പിന്നെ ഇപ്പം നമ്മൾ കൊടുക്കുവാണ് ലോക്കൽ അനസ്തെറ്റിക്സ് കൊടുക്കുവാണെങ്കിൽ എവിടെയാണ് കറക്റ്റ്, അല്ലെങ്കിൽ ഏത് നെർവിനെയാണ് ഇത് ബാധിച്ചിരിക്കുന്നതെന്നും നമുക്ക് അറിയാൻ പറ്റും. ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഡയഗ്നോസ്റ്റിക് ബ്ലോക്ക്, ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡയഗ്നോസിസ് ആണ് കേട്ടോ. ഡയഗ്നോസ്റ്റിക് ബ്ലോക്ക് പഠിച്ചു വെക്കാൻ നമുക്ക് ഒത്തിരി യൂസ്ഫുൾ ആണ്. ഇതൊന്ന് ഇപ്പോൾ ഹിസ്റ്ററി ഫിസിക്കൽ എക്സാമിനേഷൻ കഴിഞ്ഞിട്ട് ആദ്യമേ അങ്ങ് എഴുതിക്കോ ഡയഗ്നോസ്റ്റിക് ബ്ലോക്ക്. ഞാൻ പിന്നെ നിങ്ങൾക്ക് അറിയാവുന്ന ആദ്യം തന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, മെഡിക്കൽ മാനേജ്മെന്റ്. ഓക്കെ, മെഡിക്കൽ മാനേജ്മെന്റിലോട്ട് പോവാം. എന്താണ് കാർബമസെപ്പിൻ? കാർബമസെപ്പിൻ ആണ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്.
എന്തുകൊണ്ടായിരിക്കും കാർബമെസപ്പിൻ ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? കാരണം എന്ന് പറഞ്ഞാൽ കാർബമെസപ്പിൻ ഒരു ആന്റി കൺവൾസന്റ് ആണ് അല്ലേ? ആന്റി കൺവൾസന്റ്. അപ്പൊ നമ്മൾ അങ്ങനെ ചിന്തിക്കത്തുള്ളൂ. പക്ഷേ in the case of trigeminal neuralgia, it's act as a എന്തായിട്ട് ആക്ട് ചെയ്യും? പെയിൻ റിലീവർ ആയിട്ട് ആക്ട് ചെയ്യും. മനസ്സിലായല്ലോ? അപ്പൊ ഇതുപോലെ ആക്ഷൻ വരുന്ന കുറെ ഡ്രഗുകളുണ്ട്. ഇപ്പൊ നൈട്രോഗ്ലിസറിൻ ആയിക്കോട്ടെ, അങ്ങനെ കുറെ ഡ്രഗുകളാണ്. നമ്മൾ ഒരു കണ്ടീഷൻ അനുസരിച്ച് പഠിക്കും. ഇപ്പം ഇതൊരു പുതിയ അറിവല്ലേ? പുതിയ അറിവ് അല്ലേന്ന് ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. ചിലപ്പോൾ നമുക്ക് എല്ലാം അറിയാവുന്നതായിരിക്കും. അപ്പം കാർബമെസപ്പിൻ കൊടുക്കുന്നത് ഒരു ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് ആണ്. കാരണം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതൊരു പെയിൻ മാനേജ്മെന്റ്, ഈ പ്രത്യേകിച്ച് ട്രൈജമിനൽ ന്യൂറോളജിക്ക് ഇതൊരു പെയിൻ മാനേജ്മെന്റ് ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. മനസ്സിലായല്ലോ? പക്ഷെ ഇതെന്താണ്? ബ്രെയിനിലുള്ള അബ്നോർമൽ ആയിട്ടുള്ള ഇലക്ട്രിക്കൽ ആക്ടിവിറ്റിനെ പ്രിവെന്റ് ചെയ്യുന്ന ഒരു ഡ്രഗാണ് കാർബമെസപ്പിൻ. സംശയമൊന്നുമില്ലല്ലോ. ഇപ്പൊ നമ്മളിപ്പം ജസ്റ്റ് ഒരു ഇത് പറയുവാണെങ്കിൽ ഒരു 100 to 200 mg ആണ് നമ്മൾ ഡെയിലി നമ്മൾ 2 നേരമായിട്ട് ഒരു 100 അല്ലെങ്കിൽ 200 ഇതായിട്ട് കൊടുക്കും. ഒരു മൊത്തത്തിലൊരു നമ്മൾ പ്ലാൻ ചെയ്യുന്ന ഒരു 400 to 1600 ഇതായിരിക്കും. അപ്പൊ അതിനെ ഡിവൈഡ് ചെയ്ത് ഓരോ കുറച്ചായിട്ട് കൊടുക്കും. മനസ്സിലായല്ലോ? ഓക്കെ. അതുപോലെ തന്നെയല്ലേ ഗാബാപെന്റിനും ഒരു ആന്റി കൺവൾസന്റ് ആണെന്ന് നമുക്കറിയാം. പക്ഷെ ഇവിടെ എന്ന് പറയുമ്പോൾ പുള്ളിക്കാരനെ എങ്ങനെ എഫക്ട് ചെയ്യുന്നത് വെച്ചാൽ പെയിൻ കുറയ്ക്കാനും പിന്നെ അതുപോലെ തന്നെ ഇവരാണെങ്കിൽ എന്ത് ചെയ്യുന്ന പറയുമ്പോൾ കാൽഷ്യം ചാനൽ ബ്ലോക്കേഴ്സുമായിട്ട് ഒരു ചെറിയൊരു ബന്ധമുള്ള ആൾക്കാരാണ്. അപ്പൊ ഇവർ പതുക്കെ ചെന്ന് അവിടേക്ക് എഫക്ട് ചെയ്യുമ്പോഴത്തേക്കും നെർവ് സ്റ്റെബിലൈസേഷന് സഹായിക്കുന്നുണ്ട്. എന്തിനാണ്? നെർവ് സ്റ്റെബിലൈസേഷന് സഹായിക്കുന്നുണ്ട്. പിന്നെ മാത്രമല്ല, നമ്മൾ അറിഞ്ഞൂടാത്ത ഒളിച്ചിരിക്കുന്ന വേറൊരു പ്രോപ്പർട്ടിയും കൂടി ഇതിനുണ്ട്. ഇതൊരു ആന്റി ഇൻഫ്ലമേറ്ററി കൂടെയാണ് ഗാബാപെന്റിൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതുപോലെ തന്നെയാണ് എല്ലാ ഡ്രഗുകളും. ഓക്കെ, ഞാനിപ്പോൾ തൽക്കാലം ഇത് രണ്ടെണ്ണം പറഞ്ഞു എന്നേ ഉള്ളൂ. ഇപ്പം ഇതൊരു ജനറലി നമുക്കിപ്പോൾ മനസ്സിലായില്ല. ഇപ്പൊ ചോദിച്ചാൽ തന്നെ നമുക്ക് ഇതിന്റെ ആക്ഷൻസ് ഉൾപ്പെടെ നമുക്ക് എഴുതാം. ഇനി കുറച്ച് സർജിക്കൽ മാനേജ്മെന്റ് പരിചയപ്പെടാം. സോ ഫസ്റ്റ് സർജിക്കൽ മാനേജ്മെന്റ് എന്താ? മൈക്രോവാസ്കുലർ ഡീകംപ്രഷൻ. ഇപ്പൊ പേര് കേൾക്കുമ്പോൾ സിമ്പിൾ ആയിട്ട് തോന്നുമെങ്കിലും അത്ര സിമ്പിൾ ഒന്നും അല്ല. എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ നോർമലി പ്രൊസീജിയർ ചെയ്യുന്ന പോലെ ഇപ്പോൾ പേഷ്യനെ പൊസിഷൻ ചെയ്ത് അനസ്തേഷ്യ ഒക്കെ കൊടുത്തിട്ട് പതുക്കെ ക്രേനിയോട്ടമി ഇട്ട് അതിനകത്തൂടെ ഒരു സർജൻ ആണെങ്കിൽ മറ്റേ വിഷ്വലൈസ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ അകത്ത് കൊണ്ടുപോയിട്ട് അവിടെ ചെന്നിട്ട് കണ്ടുപിടിക്കും ആരാണ് കംപ്രസ് ചെയ്തിരിക്കുന്ന നെർവ് ആരാണ്, ആരാണ് ഒഫൻഡിങ് വെസൽ ആരാണ് എന്നൊക്കെ കണ്ടുപിടിച്ചിട്ട് അവർ രണ്ടുപേരും അതിവിടുന്ന് ഡീലൊക്കേറ്റ് ചെയ്യും. എന്നിട്ട് കംപ്രസ് ചെയ്ത കാരണക്കാരൻ ആരാണോ അവരെ അങ്ങ് റിമൂവ് ചെയ്യും. മനസ്സിലായല്ലോ? ഇപ്പൊ എന്തെങ്കിലും വെസലുകളാണ് കംപ്രസ് ചെയ്തിട്ട് ഏത് വെസലാണ് എന്താണ് കംപ്രസ് ചെയ്തിരിക്കുന്ന സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കംപ്രസ് ചെയ്തിരിക്കുന്ന ഇപ്പം വെസൽ അതിന് ചുറ്റും ആ നെർവിന് ചുറ്റുമുള്ള വെസലുകൾ കൊണ്ടിട്ടായിരിക്കുമല്ലോ ആ നെർവ് ഇങ്ങനെ കംപ്രസ് ചെയ്ത് ഉള്ളിലോട്ട് ഇങ്ങനെ ഞെരുങ്ങിയിരിക്കുന്നത്. അപ്പൊ ആ ഞെരുക്കം ഉണ്ടാക്കുന്ന ആൾക്കാരെ അങ്ങ് എടുത്തു കളയും. ഇതാണ് എന്തെന്ന് പറയുന്നത്? മൈക്രോവാസ്കുലർ ഡീകംപ്രഷൻ. മനസ്സിലായല്ലോ? അടുത്തതാണ് റേഡിയോ ഫ്രീക്വൻസി റൈസോട്ടമി. അപ്പം ഇത് കുറച്ച് അത്ര വലിയൊരു സർജിക്കൽ പ്രൊസീജിയർ അല്ല, ഒരു മിനിമൽ സർജിക്കൽ പ്രൊസീജിയർ ആണ്. അപ്പൊ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് വേണ്ടെങ്കിൽ ഞാൻ ഒരു ഓവറോൾ സ്ട്രക്ചർ പറഞ്ഞുതരാം. ഇപ്പം നമ്മൾ നീഡിൽ ഇൻസേർട്ട് ചെയ്യും. ഇപ്പം വെറുതെ നമുക്ക് പറ്റൂല. ഇവിടെയാണ് നമ്മൾ ഫ്ലൂറോസ്കോപ്പി മിനിമലി ആണെന്നല്ലേ നമ്മൾ പറഞ്ഞത്. അപ്പൊ ഫ്ലൂറോസ്കോപ്പിക് ഗൈഡൻസ് യൂസ് ചെയ്ത് നമ്മളൊരു നീഡിൽ ഇൻസേർട്ട് ചെയ്യും. ചെയ്തിട്ട് ആ നീഡിൽ ഇപ്പൊ എത്തേണ്ട സ്ഥലത്ത് കൊണ്ടുചെന്ന് നമ്മൾ എത്തിക്കും. എത്തിക്കുമ്പോഴത്തേക്കും നമ്മൾ നോക്കും പേഷ്യന്റ് മോട്ടോർ നെർവിനും സെൻസറി നെർവിനും ഒന്നും വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് കൺഫേം ചെയ്യും. കാരണം അല്ലെങ്കിൽ ഡാമേജ് വരൂലേ. എന്നിട്ട് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ഒരു റേഡിയോ ഫ്രീക്വൻസി യൂസ് ചെയ്ത് അവിടെ ഇങ്ങനെ എന്ത് ചെയ്യും, ആ ലീഷൻ എന്താണെന്നുള്ളത് അവർ കണ്ടുപിടിച്ചിട്ട് ആ ലീഷനെ അങ്ങ് നശിപ്പിക്കാൻ നോക്കും. നശിപ്പിച്ചതിന് ശേഷം എന്ത് ചെയ്യും, അപ്പോൾ പിന്നെ അതുപോലെ തന്നെ എന്ത് ചെയ്യും, അബ്ലേഷൻ ചെയ്യും. അബ്ലേഷൻ ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്കറിയാമല്ലോ അപ്പം അവിടെ ഏത് ഇതാണ് പെയിൻ ഉണ്ടാക്കുന്നത്, ആ പെയിൻ ഉണ്ടാക്കുന്ന സാധനത്തിനെ അബ്ലേറ്റ് ചെയ്യും. അതാണ് റേഡിയോ ഫ്രീക്വൻസി റൈസോട്ടമി. ഇതൊക്കെ അങ്ങനെ ഇതാക്കൂല എങ്കിലും നമ്മൾ അറിയാമെന്നുള്ള കാണിക്കാൻ വേണ്ടി നമുക്കൊന്ന് എഴുതാം, അത്രേ ഉള്ളൂ. മനസ്സിലായല്ലോ? പിന്നെ ഗാമ നൈഫ് റേഡിയോ സർജറി. ഓക്കെ, ഇത് പേര് കേൾക്കുമ്പോൾ തോന്നും വലിയ എന്തോ സർജറിയാണ്. സത്യം പറഞ്ഞ സർജറിയേ അല്ല, ഇൻവേസീവ് പ്രൊസീജിയറേ അല്ല. ഒരു എമൗണ്ട് ഓഫ് നമ്മൾ റേഡിയേഷൻ തെറാപ്പി കൊടുക്കാനുള്ള എമൗണ്ട് ഓഫ് ഡ്രഗ് കറക്റ്റായിട്ട് പേഷ്യൻറ്റിന് കൊടുത്ത് എന്ത് ചെയ്യുന്നുണ്ട്, പേഷ്യൻറ്റിനെ അതിൽ നിന്ന് റിലീഫ് ചെയ്യിക്കുന്നു, അല്ലെങ്കിൽ ആ ഒരു കണ്ടീഷനിൽ നിന്ന് റിലീഫ് ചെയ്യിക്കുന്നു. ഇത്രയേ ഉള്ളൂ ഗാബ നൈഫ് റേഡിയോ സർജറി.
പിന്നെ നമ്മൾ എപ്പോഴും ഡിസ്കസ് ചെയ്യുന്ന നഴ്സിംഗ് ഡയഗ്നോസിസ് അല്ലേ. ഫസ്റ്റ് പ്രയോറിറ്റി എന്താ? അക്യൂട്ട് പെയിൻ. പിന്നെ എന്താ റിലേറ്റഡ് ടു പറയല, കംപ്രഷൻ ഉണ്ടാവുന്നു, വെർബൽ റിപ്പോർട്ട് പറയാം, സഡൻ ഫേഷ്യൽ പെയിൻ പറയാം, ഫേഷ്യൽ സ്കെയിൽ എഴുതാം, എന്തും എഴുതാം അല്ലേ. പിന്നെ ഫേഷ്യൽ എക്സ്പ്രഷൻ നമുക്ക് കണ്ടൂടെ? ഓക്കെ. ഇമ്പയർഡ് ഫേഷ്യൽ എക്സ്പ്രഷൻ റിലേറ്റഡ് ടു ഫേഷ്യൽ മസിൽ വീക്ക്നെസ്. കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമോ മര്യാദയ്ക്ക്? ഇല്ല. അത് വേണമെങ്കിൽ എഴുതിക്കൂടെ? ഓറൽ കമ്മ്യൂണിക്കേഷൻ, റിസ്ക് ഫോർ ഫോൾ, ആൻസൈറ്റി, ഡിപ്രഷൻ, ഇതൊക്കെ ഉണ്ടാവും. എന്തുകൊണ്ടാണ്? ഇപ്പൊ ഇയർ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ മാത്രമല്ല, ഈ മെഡിക്കേഷന്റെയും പെയിന്റെയും ഒക്കെ ഭാഗമായിട്ട് നമുക്ക് ഇംബാലൻസ് ഉണ്ടായിക്കൂടെ? അങ്ങനെയുള്ള കാര്യങ്ങൾ എഴുതാം. പിന്നെ എന്തൊക്കെ എഴുതാം? പിന്നെ നമ്മൾ ഈറ്റിംഗ്, ഡ്രിങ്കിങ് ഒക്കെ പറഞ്ഞൂടെ? അപ്പം ഇമ്പയർഡ് ന്യൂട്രീഷൻ ഒക്കെ വന്നൂടെ? പിന്നെ എന്താണ്? അങ്ങനത്തെ ഒത്തിരി എഴുതാൻ പറ്റും. അപ്പൊ നമുക്കൊരു 6-8 മതി, അതിൻ്റെയൊക്കെ ആവശ്യമുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇന്റർവെൻഷൻസ് ഒത്തിരി എഴുതാൻ കാണും. ഇന്റർവെൻഷൻസ് എഴുതുക. എസ്പെഷ്യലി പേഷ്യന്റിന് സൈക്കോളജിക്കൽ ഇത് കൊടുക്കുക. അത് പിന്നെ അതുപോലെ തന്നെ കാം ആൻഡ് ക്വയറ്റ് എൻവയോൺമെന്റ് ഒക്കെ ഇവർക്ക് ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. കാരണം പെയിൻ ഒരുപാടുള്ള ആളുകൾക്കാണ് നമ്മൾ അങ്ങനത്തെയൊക്കെ നല്ല കാം ആൻഡ് ക്വയറ്റ് സറൗണ്ടിങ്സ് കൊടുക്കുക, നല്ല എന്താണ് അഡിക്വേറ്റ് ലൈറ്റനിങ്, വെന്റിലേഷൻ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാനൊക്കെ നമുക്ക് ഇവിടെ വേണമെങ്കിൽ പറയാം. സോ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പം എപ്പോഴും പറയുന്ന പോലെ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് കുഴപ്പമില്ല. നമ്മളിപ്പം പഠിപ്പിക്കുന്ന നിങ്ങളല്ലേ കേൾക്കുന്നത്. ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങളുടെ റിവ്യൂ എനിക്ക് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ കാണുന്ന ആളുകൾ കമൻറ്റ് ചെയ്യുക. എനിക്കറിയാം ഇത് കുറച്ച് പേരെ വ്യൂ ഉള്ളൂ. പക്ഷെ നമ്മളിപ്പം റീസെൻ്റ്ലി സ്റ്റാർട്ട് ചെയ്ത യൂട്യൂബ് ചാനലാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുന്നതനുസരിച്ച് വേണം ഇതൊന്ന് ഡെവലപ്പ് ചെയ്തെടുക്കാൻ. എന്തൊക്കെ ആഡ് ചെയ്യണം, എന്തൊക്കെ ആഡ് ചെയ്യണ്ട, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ എന്താണ് എന്തുണ്ടെങ്കിലും ചോദിക്കാൻ ഒരു ഇത് കാണിക്കേണ്ട, കുഴപ്പമില്ല. പിന്നെ ചാനൽ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് എന്തായാലും ചെയ്തിട്ടേക്ക്. നിങ്ങൾക്ക് പുതിയ പുതിയ കണ്ടീഷൻസിനെയൊക്കെ കുറിച്ച് അറിയാമല്ലോ. സോ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒട്ടും മറക്കണ്ട. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.